ഞാൻ മനസ്സിലാക്കുന്നു തന്ത്രിയെയും ആര് തന്നെയാണെങ്കിൽ ശരി അവർ മുഴുവൻ ചോദ്യം ചെയ്യണം. ഓരോ കാലഘട്ടത്തിലുണ്ടായ ഇത് തുടങ്ങിയതിന് ശേഷം 2019 ശേഷമുള്ള കാലത്ത് ആരായിരുന്നോ ശബരിമല തന്ത്രി, ചില സമയത്ത് മാറിയിട്ടുണ്ട്, ഈ സമയത്തുള്ള ആൾക്കാരെയും ചോദ്യം ചെയ്യണം. വെറുതെങ്കിലും ചോദ്യം ചെയ്യാലോ, പലതും പലരിൽ നിന്നും കിട്ടും. കാരണം വിദേശത്ത് പോയത് ആരുടെ കൂടെയാണ്? തന്ത്രിയുടെ വീട്ടിൽ ഇവർ വന്നിരുന്ന എന്തിനാ? തന്ത്രിയുടെ വീട്ടിൽ എന്തിനാ വാസു ചെന്നിരുന്നത്? ഇതെല്ലാം ചോദ്യം ചെയ്യപ്പെടേണ്ടതാണല്ലോ. ഇനി ഏതായാലും തന്ത്രിയെ ചോദ്യം ചെയ്ത ബെല്ലാരിയിൽ പോയി. അതെ, ബെല്ലാരിയിൽ പോയി പൂജയ്ക്കാന്ന് പറഞ്ഞാൽ ആ പൂജ ചെയ്ത ആൾ ഇവിടേക്കും വന്നിട്ടുണ്ടാകുമല്ലോ. അപ്പം ഇവരൊക്കെ വീട്ടിലേക്ക് എന്തിനാ വരുന്നത്? ജനങ്ങളുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്യുന്ന ധാരാളം ആൾക്കാരുണ്ട്. ചൂഷണമാണ് അതിൻ്റെ പേര്. കോടികളും ലക്ഷങ്ങളും കോടികളുമാണ് ഇത്തരം ആൾക്കാർക്ക്, സിനിമാ രംഗത്തുള്ളവർ, വലിയ ബിസിനസ് രംഗത്തുള്ളവർ, ഇവരെല്ലാം കൊണ്ട് ഇട്ടുകൊടുക്കുന്നത്. നേരെ മറിച്ച് ഈ സമാജത്തിൽ അയ്യപ്പൻ്റെ ആണെങ്കിലും ശരി, മുരുകൻ്റെ ആണെങ്കിലും ഭഗവതിയുടെ ആണെങ്കിലും ദേവിയുടെ ആണെങ്കിലും ഇവരുടെയൊക്കെ യഥാർത്ഥ മക്കൾ ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ഭക്തന്മാരാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.